തെരുവുനായകൾക്കായി ഒരു ഭവനമുണ്ട് വയനാട്ടിൽ. തെരുവുനായകളെ പിടികൂടി ഷെൽട്ടറുകളിൽ താമസിപ്പിക്കുന്നു. അവയ്ക്ക് വേണ്ടപ്പോൾ ഭക്ഷണം നൽകും, കുത്തിവയ്പെടുക്കും. തെരുവിലെ നായ്ക്കളെ സംരക്ഷിക്കാനുള്ള സർക്കാർ പദ്ധതിക്കും ഇവിടെ ഇടമുണ്ട്. എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്, ഞാൻ ഇവർക്ക് വേണ്ടി തന്നെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. അങ്ങനെ സർക്കാർ ഒരു നല്ല പ്രൊജക്റ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ സാഹസികതയൊന്നുമില്ല, എൻ്റെ ഒരു ഭൂമി അതിനു വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ്. തെരുവിലെ നായകൾ ആരെയും ഉപദ്രവിക്കില്ല. വീടുകളിൽ വളർത്തുന്ന നായകളെ തെരുവിലേക്ക് വിടുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. വന്ധ്യംകരണം നടത്തുന്നതിൽ തെറ്റില്ല. വന്ധ്യം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. ഈ വർഗം പെരുകാതെയും ഇനി ഭാവിയിൽ ഒരിക്കലും ഇങ്ങനെ റോഡിൽ ഇത് പെരുകി നടക്കാനോ ആളുകൾക്ക് ദോഷം ഉണ്ടാവാനോ സാധ്യതയില്ല. എത്ര നായകളെ വേണമെങ്കിലും വർഷങ്ങളോളം സംരക്ഷിക്കാൻ കൃഷ്ണൻകുട്ടി തയ്യാറാണ്. വളർത്തുമകൻ നീലും ഇപ്പോൾ കൂട്ടിനുണ്ട്. വീടിന് മുകളിലെ പറമ്പിൽ ഒരു വീടൊരുക്കിയാണ് നായകളെ സംരക്ഷിച്ചു പോരുന്നത്. മുംബൈയിൽ സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച് വയനാട്ടിലേക്ക് എത്തിയ ജൂൺ റസാരിയോ കൊണ്ടുവന്നതാണ് ഇവിടെയുള്ള കുറച്ചു നായകളെ. ബാക്കിയുള്ളവയെ തെരുവിൽ നിന്ന് രക്ഷിച്ചെടുത്തതും. മീഡിയ 1 വയനാട്.